നേന്ത്രപ്പഴം കൊണ്ട് ചെയ്തെടുക്കുന്ന നല്ലൊരു സ്വീറ്റ് ആണ്. നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പൊ ആദ്യം ഇതിലേക്ക് ഒരു ശർക്കര പാനി എന്ന് ചെയ്തെടുക്കുന്നുണ്ട്. 1 കപ്പ് പൊടിച്ച ശർക്കരയും 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ തിളച്ചതിന് ശേഷം ഇതൊന്ന് അരിച്ച് മാറ്റി വെക്കുന്നുണ്ട്. തണുത്തിട്ട് വേണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മളൊരു പാനിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് അക്ഷയ കൽപ്പയുടെ ഓർഗാനിക് പശുവിൻ നെയ്യാണ് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് ഞുറുക്കിയിട്ടുള്ള തേങ്ങാക്കൊത്ത്, പിന്നെ കുറച്ച് കാഷ്യൂസ്, റൈസിൻസ്, പിന്നെ ഇതിലേക്ക് നമ്മൾ നേന്ത്രപ്പഴം ചെറുതായിട്ട് ഞുറുക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചിരകിയ തേങ്ങയും നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിലേക്ക് ഒന്ന് ചെയ്തെടുത്തിട്ട് മാറ്റുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് വറുത്ത അരിപ്പൊടി, ഇതിലേക്ക് കുറച്ച് ഉപ്പും ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചുള്ള ശർക്കര പാനി ഉണ്ടല്ലോ, നല്ലപോലെ തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 ബാച്ചസ് ആയിട്ട് കുറച്ച് വീതം ചേർത്തെടുത്താൽ മതിയേ. എന്നിട്ട് ഇതിലേക്ക് ആ ഒരു പഴത്തിന്റെ മിക്സും നന്നായിട്ട് തണുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാവേ. അപ്പൊ ഞാൻ ഇതുപോലുള്ള സ്റ്റീൽ ബൗൾ, ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. സ്റ്റീൽ പ്ലേറ്റ് ആയാലും മതി കേട്ടോ. കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് ടൈം എടുക്കും കേട്ടോ. നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റും ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കും കൂടിയാണ്. അപ്പൊ നിങ്ങൾ എന്താണെന്ന് ട്രൈ ആക്കി നോക്കണേ. മറ്റേ റെസിപ്പി ആയിട്ട് വരാം. താങ്ക്